ഇന്ന് നമുക്കൊരു 1 പാൻ വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പേര് പോലെ ഒരു പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക്. ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 2 എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അവർ തമ്മിലൊന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് വാനില എസൻസും ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിങ്ങിൻ്റെ ടൂൾസ് ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ ഒരു കേക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടെടുത്തിട്ട് നല്ല സമാധാനത്തോടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് കുളവായ അപ്പം പോലെയാവും. പാലും കൂടി ഇട്ട് ജെൻ്റ്ലി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആയതുപോലെ കാണുമ്പോൾ എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ഒരു തട്ടിക്കൂട്ടി ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ചോക്ലേറ്റും കോൺഫ്ലോറും പാലുമാണ് എടുത്തത്. ചോക്ലേറ്റിൻ്റെ പകരം കൊക്കോ പൗഡർ ആണെങ്കിലും എടുക്കാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു വൈറ്റ് ക്രീമും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കോൺഫ്ലോറും പാലും കൂടിയാണ് ഇട്ടത്. അതൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 12 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ലൈസ് കേക്ക് കട്ട് ചെയ്ത് ഈ 2 ക്രീമും ഒരുമിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ ഒരു മാർബിൾ ലൈക്ക് എഫക്റ്റ് കിട്ടും. നല്ല സുട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്തു. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.